അങ്ങനെ നമ്മൾ നടന്ന് വാക്ക് വേയിൽ എത്തിയിരിക്കുന്നത് ഇടയ്ക്ക് ചില പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് എവിടെയാണ് നമ്മൾ നടക്കുന്നത്. ദർബാർ ഹാൾ ഗ്രൗണ്ടിലെ വാക്ക് വേയിൽ എത്തിയിരിക്കുന്നു. അതിന്റെ ഗേറ്റ് ഇവിടെയാണ്. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ ഈ റോഡിലെത്തും. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ശിവക്ഷേത്രം ഉള്ളത്. അപ്പോൾ ഇന്ന് ഉത്സവം തുടരുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ഭക്തരൊക്കെ ഇങ്ങനെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേര് ഇവിടെ നടക്കാൻ വരുന്നുണ്ട്. പതിവ് പോലെ ഇവിടെ നിറയെ പ്രാവുകൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഉത്സവമൊക്കെ ആയിട്ടുള്ള തിരക്കുകൾ ഒരുപാട് പേര് കഴിയുമ്പോഴത്തേക്കും ഇതാ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. കുറച്ച് കഴിഞ്ഞാൽ പ്രാവുകൾ രാവിലെ അതൊരു ഭംഗിയുള്ള കാഴ്ചയാണ് ഇവിടെ അല്ലെ. ഇത് കണ്ടോ, ഈ വിളക്കുകളുണ്ടോ? കൊച്ചി സ്മാർട്ട് സിറ്റി മിഷൻ ലിമിറ്റഡ് സ്ഥാപിച്ച വിളക്കുകളാണ്. കൊച്ചി ഒരു സ്മാർട്ട് സിറ്റി ആക്കുക എന്ന നല്ല ഭംഗിയില്ലേ ഈ വിളക്കുകൾ ഇങ്ങനെ. അതെ, മറ്റ് ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്യുമ്പോഴായിരിക്കും ഇതിന്റെ ഒരു ഭംഗി കൂടുതൽ അറിയാൻ കഴിയുക അല്ലെ. ഭംഗിയിൽ നിന്ന് നമ്മൾ പോകുന്നത് ഒരു പ്രശ്നാധിഷ്ഠിതമായ കാര്യത്തിലേക്കാണ്. വഖഫ് ഭൂമി കേസ് ഇന്ന് കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണൽ പരിഗണിക്കുകയാണ്. വഖഫ് സംരക്ഷണ സമിതിയുടെയും വഖഫ് സംരക്ഷണ വേദിയുടെയും കേസിൽ കക്ഷി ചേരാനുള്ള അപേക്ഷ പരിഗണിക്കലും തുടർ വാഗ്ദാനങ്ങളുമാണ് നടക്കുക. ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ നൽകിയ അപ്പീലിൽ കക്ഷി ചേരാനാണ് വഖഫ് സംരക്ഷണ സമിതിയും വഖഫ് സംരക്ഷണ വേദിയും അപേക്ഷ നൽകിയത്. ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് വിൽപ്പന നടത്തിയ മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് വഖഫ് ബോർഡ് പ്രഖ്യാപിച്ചതും പിന്നീട് ഇത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയതും ചോദ്യം ചെയ്താണ് ഫാറൂഖ് കോളേജ് ട്രൈബ്യൂണലിനെ സമീപിച്ചത്. അപ്പോൾ നമ്മൾ അടുത്ത വാർത്ത പോകുന്നത് നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. പലരും ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയും കമന്റുകളിലൂടെ നമ്മൾ മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് പറയാണ്. മനസ്സിലുള്ള മാലിന്യം തള്ളുന്ന ചില ആൾക്കാരുണ്ട്. അത്തരത്തിൽ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ മാലിന്യം തള്ളാൻ വരുന്നവർക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പായി വാർത്തയെ കാണുക. 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായരുടെയും കുടുംബത്തെയും സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ പ്രതി ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മലപ്പുറം മുന്നിയൂർ UH നഗർ സ്വദേശി അബ്ദുൾ റഷീദ് ചെമ്പനെ മലപ്പുറം കോടതിയിലാണ് ഹാജരാക്കുക. തിരൂരങ്ങാടി പോലീസാണ് ഇയാളെ പിടികൂടിയത്. സോഷ്യൽ മീഡിയ ദുരുപയോഗം, 24 ഗ്രാഫിക്സ് അനുകരിച്ച് വ്യാജരേഖ നിർമ്മിക്കൽ തുടങ്ങി 7 വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. പ്രതിയുടെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രതിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളും മൊബൈൽ ഫോണും സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് പരിശോധിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടെ പറയുകയാണ്, നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള സ്ഥലമല്ല സോഷ്യൽ മീഡിയ. അങ്ങനെ നിക്ഷേപിക്കുന്നവർക്ക് എതിരെ കടുത്ത നിയമ നടപടി ഉണ്ടാകും. ഒന്നുകൂടി ഓർത്തിരിക്കുക. ആരും കണ്ടുപിടിക്കില്ല എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ തീർച്ചയായിട്ടും അത് കണ്ടെങ്കിലും ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ, ഇതുപോലുള്ള നടപടികളൊക്കെ മോശമല്ലേ. എന്തെല്ലാം നല്ല കാര്യങ്ങൾ നമുക്ക് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും, അത് ചെയ്താൽ പോലെ. അതുകൊണ്ട് ഇനി അത് നടക്കില്ല. ഡോണ്ട് വോക്ക്. ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോയാൽ കൊച്ചിയിലുണ്ടായ ഇന്നലത്തെ പൊട്ടിത്തെറിയാണ്. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ ഐഡലി കഫേയിൽ ഇന്നലെ ഉണ്ടായ പൊട്ടിത്തെറിയിൽ ഫോറൻസിക് സംഘം ഇന്ന് പരിശോധന നടത്തും. ഇന്നലെ വൈകുന്നേരം 4:30യോടെയാണ് ഉഗ്രശബ്ദത്തോടെ സ്റ്റീമർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായത്. പരിക്കേറ്റ 4 പേർ ചികിത്സയിൽ തുടരുന്നു. മരിച്ച അസം സ്വദേശി സുമിത്തിന്റെ മൃതദേഹം നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകും. പരിക്കേറ്റ 4 പേർ ചികിത്സയിലാണ്. അവരുടെ ആരോഗ്യനില വലിയ മാറ്റങ്ങളില്ലാതെ തുടരുന്നു എന്നുള്ള വിവരവും വരുന്നുണ്ട്. നമ്മൾ രാജ്യ തലസ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ആ തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ കഴിഞ്ഞു. എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുകൂലമാണെന്ന ആത്മവിശ്വാസത്തിലാണ് BJP. അതേസമയം തുടർഭരണം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആം ആദ്മി പാർട്ടി. എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല. നാളെയാണ് വോട്ടെണ്ണൽ. ഡൽഹിയിൽ ഭരണം നിലനിർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ആം ആദ്മി പാർട്ടി. ആ റിപ്പോർട്ടിലേക്ക് രാജ്യതലസ്ഥാനം പിടിക്കാൻ വാശിയേറിയ മത്സരമാണ് ആം ആദ്മി പാർട്ടിയും BJPയും കാഴ്ചവെച്ചത്. പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രചാരണമായിരുന്നു തെരഞ്ഞെടുപ്പ് നാളുകളിൽ ഉണ്ടായത്. ആം ആദ്മി പാർട്ടിക്കായി അരവിന്ദ് കെജ്രിവാൾ എന്ന ഒറ്റമുഖം പോരാടിയപ്പോൾ BJPക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതൃനിര പ്രചാരണത്തിനിറങ്ങി. എക്സിറ്റ് പോൾ ഫലങ്ങൾ ഭൂരിഭാഗവും BJPക്ക് അനുകൂലമായ വിധിയെഴുത്തായിരുന്നു. എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ തള്ളി ഭരണം നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ആം ആദ്മി പാർട്ടിക്കുള്ളത്. വിജയിച്ചാൽ പോലും മുൻകാലങ്ങളെ പോലെ മൃഗീയ ഭൂരിപക്ഷം ആം ആദ്മി പാർട്ടിക്ക് ഇത്തവണ ലഭിക്കില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ബജറ്റിലെ നികുതി ഇളവ് ഉൾപ്പെടെയുള്ള പ്രഖ്യാപനം അനുകൂലമാകുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. എന്നാൽ നഗരമേഖലകളിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് BJP ക്യാമ്പുകളിൽ നേരിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. പ്രചാരണ സമയങ്ങളിൽ കോൺഗ്രസിന് മുതിർന്ന നേതാക്കളുടെ അഭാവം തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിരുന്നു. ഷീലാ ദീക്ഷിതിന്റെ പ്രതാപകാലത്തിൽ നിന്ന് കുപ്പുകുത്തിയ കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥിതി മെച്ചപ്പെടുത്താനാകുമോ എന്നാണ് ഉയർന്ന ചോദ്യം. കോൺഗ്രസ് ഇത്തവണയും കാര്യമായ നേട്ടമുണ്ടാക്കില്ലെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത്. രാജ്യതലസ്ഥാനം ഇനി ആര് ഭരിക്കുമെന്ന് കാത്തിരുന്നു കാണണം. 24 ഡൽഹി.
ഇനി മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ സമസ്ത മുസ്ലിം ലീഗ് ബന്ധം വഷളാകുന്നു എന്ന വാർത്തയാണ് അല്ലേ? ഇന്നലെ മുഷാവറ അംഗത്തെ സസ്പെൻഡ് ചെയ്ത വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ തന്നെയാണ് ആ വാർത്ത, നമ്മൾ വിമൻസ് ഈവനിങ്ങിന്റെ സമയത്ത് ആ വാർത്ത നൽകിയിരുന്നു. അപ്പോൾ എന്തായാലും ഈ ബന്ധം ഇങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. മുസ്തഫൽ ഫൈസി, അദ്ദേഹമാണ് മുഷാവറ അംഗം. അദ്ദേഹം നടത്തിയൊരു പ്രസംഗം, അതിൽ ആദ്യം തന്നെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ശിക്ഷാ നടപടി വന്നു. വിശദീകരണം ചോദിക്കാതെയുള്ള മുഷാവറയുടെ ഈ തീരുമാനത്തിനെതിരെ സമസ്തയ്ക്കകത്ത് തന്നെ എതിർപ്പ് രൂക്ഷമാണ്. സംസ്ഥയിൽ ലീഗ് അനുകൂല വിരുദ്ധ ചേരികളുടെ തർക്കം മറനീക്കി പുറത്തുവരികയാണ്. ഇടക്കാലത്ത് സമവായ ചർച്ചകൾ നടത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചെങ്കിലും മുഷാവറ അംഗം മുസ്തഫൽ ഫൈസിയെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയതോടെ സംസ്ഥയിലെ ലീഗ് അനുകൂലികൾ കടുത്ത അമർഷത്തിലാണ്. വിശദീകരണം ചോദിക്കാതെയാണ് നടപടി എന്നുള്ളതാണ് പ്രധാനം. നേരത്തെ ഉമർ ഫൈസി പൊതുവേദിയിൽ നടത്തിയ പരാമർശങ്ങൾ വിവാദമായപ്പോൾ അദ്ദേഹത്തോട് വിശദീകരണം തേടിയിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ മുഷവറ അത്തരമൊരു നിലപാട് സ്വീകരിച്ചില്ല. അതിൽ വലിയ എതിർപ്പ് സമസ്തയ്ക്കകത്ത് പുകയുന്നുണ്ട്. അതിനിടെ ലീഗ് അനുകൂലികൾ യോഗം ചേർന്ന് തുടർ നടപടികൾ ചർച്ച ചെയ്തു. ഇന്നും രഹസ്യയോഗങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന. മലപ്പുറത്ത് ലീഗ് അനുകൂല പോഷക സംഘടനയായ SMF സംഘടിപ്പിച്ച നവോത്ഥാന സമ്മേളനത്തിൽ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ വിമർശിച്ചും മുസ്ലിം ലീഗിനെ തലോടിയും നടത്തിയ പ്രസംഗമാണ് മുഷവറ അംഗങ്ങളെ ചൊടിപ്പിച്ചത്. 24 കോഴിക്കോട്. അപ്പോൾ തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കട്ടെ അല്ലേ? അതെ, എപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചർച്ചയിലൂടെ സമവായത്തിലൂടെ അത് പരിഹരിക്കാൻ ശ്രമിക്കണം. അതിപ്പോൾ ഏത് തരത്തിലായാലും, ഇപ്പോൾ ലീഗിനുള്ളിൽ തന്നെ ആകുമ്പോഴും അങ്ങനെയാണ് പരിഹരിക്കാറ്. ഇപ്പോൾ സമസ്തയ്ക്കകത്തും ആ രീതിയിലാകട്ടെ. സമസ്തയും ലീഗും തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അടുത്ത വാർത്ത നമ്മൾ എവിടേക്കാണ് പോകേണ്ടത്? അമേരിക്കയിലേക്ക് പോകാം അല്ലേ? അമേരിക്കയിൽ USAID വീണ്ടും നിർത്തിവെച്ച് തുടങ്ങി. അപ്പോൾ അതിൻ്റെ കൂടുതൽ നടപടികൾ അത് കർശനമാക്കുകയാണ് അമേരിക്ക എന്നുള്ള വാർത്ത. അതത്ര സുഖകരമായ വാർത്തയല്ല. പ്രത്യേകിച്ച് ഈ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക് വലിയ സഹായം നൽകിക്കൊണ്ടിരിക്കുന്ന USAID. അപ്പോൾ അത് കർശനമാകുമ്പോൾ ഇപ്പോൾ ട്രംപ് നമ്മുടെ ഇന്ത്യക്കാരെ തിരിച്ചയച്ചതുപോലെ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ്. അതെ, മധു കൊട്ടാരക്കരയുണ്ട് അവിടെ നിന്ന്, ന്യൂജേഴ്സിയിൽ നിന്ന്. മധു, ഗുഡ് ഈവനിങ്. അപ്പോൾ എന്താ പറയുന്നത്, മുന്നും പിന്നും നോക്കാതെയുള്ള ട്രംപൻ നയങ്ങൾ അങ്ങനെ ഓരോ ദിവസവും നമ്മളിങ്ങനെ നോക്കുന്നത് നാളെ എന്താവും അടുത്ത നിമിഷം എന്താവുമെന്നായിരിക്കും. അപ്പോൾ ലോകാരോഗ്യ സംഘടനയിൽ നിന്നുള്ള പിന്മാറ്റം, കാലാവസ്ഥാ ഉച്ചകോടിയിൽ നിന്ന് പിന്മാറുന്നു. അങ്ങനെ അമേരിക്കക്കാരുടെ നികുതി പണം കൊണ്ട് ആരും നന്നായി ജീവിക്കേണ്ട എന്നൊരു നിലപാടിലേക്ക് പോവുകയാണല്ലോ ട്രംപ്. ഏറ്റവും പുതിയ തീരുമാനം. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, സ്മിത. അതുമാത്രമല്ല, നിമിഷം മുമ്പ് അന്താരാഷ്ട്ര കോടതിക്ക് ഉപരോധവും ഏർപ്പെടുത്തിയിരിക്കുകയാണ് ട്രംപ്. ഇനിയിപ്പം ഈ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ, അമേരിക്ക നൽകുന്ന വിദേശ സഹായങ്ങൾ വിശദമായി പഠിച്ചതിന് ശേഷം ആവശ്യമുള്ള സഹായങ്ങളൊക്കെ നൽകിയാൽ മതി എന്നാണ് ട്രംപിൻ്റെ ഒരു നിലപാട്. വലിയ തോതിൽ ഈ പണം ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് ട്രംപ് ഭരണകൂടത്തിൻ്റെ ഒരു അനുമാനം. അമേരിക്ക നൽകുന്ന ഈ വിദേശ സഹായം വെട്ടിക്കുറയ്ക്കാനും അതുപോലെ മൊത്തം ഒന്ന് റീഡിസൈൻ ചെയ്യുവാനുള്ള ട്രംപ് ഭരണകൂടത്തിൻ്റെ ഈ ശ്രമം പക്ഷേ ഇപ്പോൾ ഈ ക്ഷാമം തടയാനുള്ള ആഗോള സംവിധാനത്തിന് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. വരും ദിവസങ്ങളിൽ വലിയ തോതിൽ USAID അല്ലെങ്കിൽ US ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിൽ ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുവാൻ സാധ്യതയുണ്ടെന്നുമുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതായത് 10,000-ലധികം ആഗോളതലത്തിലുള്ള ജീവനക്കാരുടെ എണ്ണം വെറും 290 കുറയ്ക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില സൂചനകൾ. ബാക്കിയുള്ള ജീവനക്കാരിൽ ആരോഗ്യ മാനുഷിക സഹായങ്ങളിലൊക്കെ എക്സ്പെർട്ടായിട്ടുള്ളവർക്ക് മാത്രമായിരിക്കും ഈ USAID വഴി നൽകുന്ന ചില കരാറുകൾ, അതായത് 800 കരാറുകൾ റദ്ദാക്കുകയാണെന്ന് ഈ USAID ഉദ്യോഗസ്ഥർക്ക് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ 5 ലക്ഷം മെട്രിക് ടൺ ഭക്ഷണ പദാർത്ഥങ്ങൾ നീക്കം ചെയ്യുവാനോ അല്ലെങ്കിൽ സാധിക്കാതെ അല്ലെങ്കിൽ പാതി വഴിക്ക് ഇങ്ങനെ ഈ സ്റ്റോറേജിലോ ഒക്കെ ആയി കെട്ടിക്കിടക്കുകയാണ്. പ്രത്യേകിച്ച് ഈ സുഡാൻ, ഗസ എന്നിവിടങ്ങളിൽ ഭക്ഷണം വാങ്ങുവാനുള്ള സാമ്പത്തിക സഹായം നൽകുന്നത് അതും അമേരിക്ക നിർത്തിവെച്ചിരിക്കുകയാണ്. നേരത്തെ ഈ അടിയന്തര ഭക്ഷ്യ സഹായം തുടരുവാൻ അനുവദിക്കുമെന്നാണ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞിരുന്നത്. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ സഹായം നൽകുന്ന രാജ്യം ഇപ്പോൾ അമേരിക്കയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഏതാണ്ട് $65 ബില്യൺ മാനുഷിക സഹായം അമേരിക്ക നൽകിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭ രേഖപ്പെടുത്തിയ കണക്കുകൾ പ്രകാരം ഈ മൊത്ത ആഗോളതലത്തിലുള്ള സഹായത്തിന്റെ ഏതാണ്ട് 38% വരും ഇത്. സ്മിത, ക്രിസ്റ്റീന. ശരി, യെസ്.
ഇപ്പോൾ റീഡിസൈനിങ് ആൻഡ് റീഡിഫൈനിങ് എയ്ഡ്, ഇന്റർനാഷണൽ എയ്ഡ് എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. അതത്ര ശുഭകരമായൊരു വാർത്തയല്ല. ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്നു, സാമ്പത്തിക സഹായങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നു. ഇപ്പോൾ ട്രംപ് നേരത്തെ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അധികം ദിവസമായില്ല കയ്യിൽ ഭരണം. ശുഭകരമല്ലെന്ന് പറയുമ്പോഴും ആത്യന്തികമായി പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കക്കാരുടെ കാശാണ്. പുള്ളിയുടെ ആ ഒരു അദ്ദേഹത്തിന്റെ മനോഭാവം അതാണ്. ഞങ്ങളുടെ കാശാണ്, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ആലോചിക്കും. കുറേ നാള് ഞങ്ങളുടെ കാശ് കൊണ്ട് നിങ്ങളൊക്കെ കഴിഞ്ഞതല്ലേ, ഇനി അത് വേണ്ട എന്നൊരു അഭിപ്രായമാണ് പ്രസിഡന്റിലെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഗോൾഡൻ ഏജ് ആണ് വരുന്നതെന്ന് പറഞ്ഞതുപോലെ തന്നെ അമേരിക്കക്കാർക്ക് നല്ല കാലം എന്നുള്ള ആ ഒരു പോളിസിയിലേക്ക് പുള്ളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് എത്രത്തോളം പ്രാവർത്തികമാകും, പ്രായോഗികമാകും എന്നൊക്കെ കണ്ട് തന്നെ അറിയണം. ട്രംപാണ് കാര്യങ്ങൾ നടപ്പിലാക്കി തന്നെ എടുക്കും. അപ്പോൾ 6:42 ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. എബ്രഹാം തോമസ് പറയുന്നു, ഞാൻ വ്യാജനല്ല, എന്റെ കമന്റ് വായിക്കണം. സുരേന്ദ്രകുമാർ വി ആഷയുടെ കാര്യം പറയുന്നു. നമ്മുടെ ദിലീപ് PC ആണ് ചാൾസ് ഡിക്കൻസിന്റെ കാര്യം ഓർമ്മിപ്പിച്ചത്. താങ്ക് യു. എല്ലാ ദിവസവും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മിപ്പിക്കാറുണ്ട്. സുബി സുബൈദ, സിദ്ധാർത്ഥ് ആർ കൃഷ്ണ, സജി കൊണ്ടിയത്ത്, വിനി ബാബു, ലക്ഷ്മി ജി, സരിത ബിനു. 6ാം ക്ലാസ്സിലാണ് കുട്ടികൾ എന്ന് പറയുന്നു പഠിക്കുന്ന. ആ ട്വിൻസിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലേ. പിന്നെ സജിത മൂർത്തി, ഇനി ഇത് നന്നായി എന്ന് പറയുന്നു. നമ്മൾ ആ കേസ് കൊടുത്ത് ഇനിയും ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. ആ മാലിന്യ നിർമ്മാർജ്ജനം, സമൂഹ മാധ്യമങ്ങളിലെ മാലിന്യ നിർമ്മാർജ്ജനം ഒന്ന് കുറയ്ക്കുക എന്ന് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. ഇനി മൈറീൻ അന്ന, 2021 ശേഷം എയ്ഡഡ് സ്കൂളിന്റെ നിയമനങ്ങൾ അംഗീകാരം തടസ്സപ്പെട്ട് കിടക്കുന്നു, ആയിരക്കണക്കിന് അധ്യാപകരെ ബാധിക്കുന്നുണ്ടെന്ന് പറയുന്നു. ശരിയാണ്, വലിയ പ്രശ്നമാണ്. നമ്മളത് നമ്മുടെ റിപ്പോർട്ടേഴ്സിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. ഡിങ്കൻ ആന്റണി എന്നാണ് പേരെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭൈരവൻ കണ്ണൂർ, കെ ശിവദാസ്, ഹസീന ഷാജി, ലക്ഷ്മി ജി, സുരേഷ് കുമാർ, ട്രാവൽ ആൻഡ് ഈറ്റ്, മൃദുല TV, നീതു ജോർജ്, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് ഉണ്ട്. അപ്പം ഞങ്ങൾ ഈ കമന്റ്സ് ഒക്കെ ഒന്ന് വായിച്ചിട്ട് വരാം. വിനോദ് നായർ പറയുന്നത്, എൻ്റെ കമന്റ് വായിക്കുന്നില്ല, ഞാൻ പോകുന്നു. ആദ്യം തന്നെ നമ്മൾ കമന്റ് വായിച്ചാണ്. 2 ടൂറിസം ബൈ എന്തായിരുന്നു പേര്, ഞാൻ റിഷാദ് പറയുകയാണ്, വല്ലതും നടക്കുമോ, എന്തിന്റെ കാര്യമാണെന്നറിയത്തില്ല, ബജറ്റിന്റെ കാര്യമാണോ, എന്താ നടന്നാലും ഇല്ലെങ്കിലും ഞാനും സ്മിതയും 7 മണി വരെ നടക്കും. അപ്പോൾ നമുക്ക് വാർത്തയിലേക്ക് പോയാൽ, CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും. പ്രായം കണക്കിലെടുത്ത് MV ബാലകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി സ്ഥാനമൊഴി. MLA-മാരായ CH കുഞ്ഞമ്പു, M രാജഗോപാൽ, സെക്രട്ടേറിയറ്റ് അംഗം P ജനാർദ്ദനൻ എന്നിവരുടെ പേരുകൾ പരിഗണിക്കപ്പെടുന്നുണ്ട്. 2 തവണ MLA ആയ സംസ്ഥാന സമിതി അംഗം CH കുഞ്ഞമ്പു സെക്രട്ടറി ആകാനുള്ള സാധ്യതയാണ് ഏറെയുള്ളത്. അപ്പം അങ്ങനെ പാർട്ടി ജില്ലാ സമ്മേളനങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ നിന്ന് വന്ന വാർത്ത നമ്മൾ കണ്ടതാണ് അല്ലേ, MM മണിക്കെതിരെ വിമർശനമുണ്ടായി. അങ്ങനെ പല സ്ഥലത്തും ഒരു സ്വയം വിമർശനവും ഒരു കറക്ഷനും, അതാണ് കൃത്യമായിട്ട് ഈ സമ്മേളനങ്ങളിലെല്ലാം ഉണ്ടാകേണ്ടത്. അങ്ങനെ തന്നെയാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് തീരുമാനിക്കാം. മാറ്റങ്ങളും വരുന്നുണ്ട് കാര്യമായിട്ടുള്ള. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൽ വനമന്ത്രി AK ശശീന്ദ്രന് വിമർശനം. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ മന്ത്രി ഇടപെടുന്നില്ല, വന്യമൃഗശല്യം പരിഹരിക്കാൻ വേണ്ട ഇടപെടൽ നടത്തുന്നില്ല എന്നും പ്രതിനിധികൾ പറഞ്ഞു. AK ശശീന്ദ്രനെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും സമ്മേളനം വിമർശിച്ചു. പാർട്ടി മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറാൻ ആവശ്യപ്പെട്ടിട്ട് മുഖ്യമന്ത്രി AK ശശീന്ദ്രനെ പിടിച്ചു നിർത്തിയത് ശരിയായില്ല എന്ന് പ്രതിനിധികൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് ചെയ്യുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, നമ്മൾ പറയുമായിരുന്നു ഈ കൃത്യമായിട്ടുള്ള വിമർശനങ്ങൾ അതൊക്കെ തന്നെ ഇത്തരം സമ്മേളനങ്ങൾ തന്നെയാണ് നടത്താറ്. ഇപ്പോൾ വനം മന്ത്രിക്കെതിരായ വിമർശനം, അത് മുഖ്യമന്ത്രി അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു എന്നുള്ളത് ഒളിഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ തെളിഞ്ഞും പറയാൻ തുടങ്ങി എന്നുള്ളതാണ്. സ്മിത, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് വനം വകുപ്പുമായി ബന്ധപ്പെട്ട നേരത്തെയും പല ജില്ലാ സമ്മേളനങ്ങളും വിമർശനം ഉയർന്നിരുന്നു. ഇപ്പോൾ ഒടുവിൽ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിലും ഈ വിഷയങ്ങൾ പ്രതിനിധികൾ എടുത്തിട്ടിരിക്കുന്നു. ഈ പനത്തടി, കാറെടുക്ക ഏരിയകളിലെ പ്രതിനിധികളാണ് പ്രധാനമായും ഈ വനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എടുത്തിട്ടത്. അവരാണ് ഇതിൻ്റെ ഒരു ദുരിതങ്ങൾ അനുഭവിക്കുന്നത്. കാറെടുക്ക മേഖലകളിലൊക്കെ ഈ വർഷങ്ങളായി പുലിയുടെ ശല്യം ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. പക്ഷേ അതിനൊന്നും പരിഹാരം കാണാനോ അതെങ്ങനെയാണ് ജനങ്ങളെ ബാധിക്കാതിരിക്കാനൊന്നും വനം വകുപ്പ് ശ്രദ്ധിക്കുന്നില്ല. ഉദ്യോഗസ്ഥർ പരമാവധി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് യാതൊരു ഇടപെടലും ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നില്ല എന്നതാണ് പ്രതിനിധികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ദേലമ്പാടി, മൂളിയാർ, കാറെടുക്ക, ബേടകം, കുറ്റിക്കോൽ, പനത്തടി, ഈസ്റ്റ് വെസ്റ്റ് എളേരി പഞ്ചായത്തുകളിലാണ് ഈ ഒരു വന്യമൃഗശല്യം രൂക്ഷമായി ഉണ്ടാവുന്നത്.
ഈ കാസർഗോഡ് ജില്ലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാടിനുള്ളിൽ തന്നെ മനുഷ്യവാസ മേഖലകളും അതുപോലെ തന്നെ കൃഷി മേഖലകളും ഒക്കെ ഉണ്ട്. ഈ ഭാഗത്തെ ജനങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ ഈ വന്യമൃഗശല്യം അനുഭവിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ വനം മന്ത്രി AK ശശീന്ദ്രൻ ഇടപെടുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി ഈ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു വന്ന ഒരു വിമർശനം. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അവഗണിക്കുന്നതായും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കേൾക്കുന്നതിന് വേണ്ടി മന്ത്രി തയ്യാറാവുന്നില്ല. പലപ്പോഴും വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് പെട്രോൾ അടിക്കാൻ പോലും, അതായത് വാഹനം ജീപ്പ് ഓടിക്കാൻ പെട്രോൾ അടിക്കാൻ പോലും ഫണ്ട് ലഭിക്കുന്നില്ല. സംസ്ഥാന സർക്കാരിനെതിരെയും വിമർശനം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഈ ഒരു സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരും തയ്യാറാവണം. മാത്രമല്ല, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പല ജില്ലകളിലും ഈ വനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും മന്ത്രി AK ശശീന്ദ്രനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്നൊരു ആരോപണവും പ്രതിനിധികൾ ജില്ലാ സമ്മേളനത്തിൽ ഉയർത്തിയിട്ടുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ മലയോര മേഖലകളിലെ സ്വാധീനം, CPMന്റെ സ്വാധീനം നഷ്ടപ്പെടാൻ അത് കാരണമാകും. മറ്റ് ജില്ലകൾ, വയനാട്, ഇടുക്കി പോലുള്ള ജില്ലകൾ പോലെ വലിയ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടാവാത്തതാണോ കാസർഗോഡ് ജില്ലയിലെ പ്രശ്നമെന്നാണ് പ്രതിനിധികൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും വലിയ വിമർശനം ഉണ്ടായിരിക്കുന്നു. ഈ വനവുമായി ബന്ധപ്പെട്ട വനം വകുപ്പുമായി ബന്ധപ്പെട്ട മന്ത്രി കൂടുതൽ ജാഗ്രത പാലിക്കണം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മന്ത്രി തയ്യാറാവണമെന്നാണ് പ്രതിനിധികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ക്രിസ്റ്റീന, സ്മിത. ശരി, അരുൺ പാറക്കലാണ് കാസർഗോഡ് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ക്രിയാത്മകമായ വിമർശനങ്ങൾ എല്ലായിടത്തും ഉണ്ട്. അതുണ്ടാവട്ടെ, അത് പാർട്ടിയിലാണെങ്കിലും നമ്മൾ അതൊരു നെഗറ്റീവ് വാർത്തയായിട്ടല്ല റിപ്പോർട്ട് ചെയ്യുന്നത്. വന്യജീവി ആ ഒരു പ്രശ്നം അത് വലിയ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം, അതുപോലെ ചില പ്രശ്നങ്ങളൊക്കെ തന്നെ വരുമ്പോൾ ഉടൻ തന്നെ മന്ത്രിയുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല മന്ത്രി അങ്ങോട്ടേക്ക് എത്തുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് തന്നെയാകും മന്ത്രിക്കെതിരായ വിമർശനങ്ങൾക്കൊക്കെ പ്രധാന കാരണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ക്രിയാത്മകമായ വിമർശനങ്ങൾ ഉണ്ടാവട്ടെ. വിമർശനങ്ങൾ കൃത്യമായി സ്വീകരിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കട്ടെ. നമ്മൾ തെക്കൻ കേരളത്തിൽ നിന്നൊരു അപകട വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ വടക്കൻ കേരളത്തിൽ നിന്നും ഒരു അപകട വാർത്ത കൂടി വരികയാണ്. കോഴിക്കോട് മാവൂരിൽ ബസ് ഇടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. പുതുക്കുടിച്ചാലിൽ ഷുക്കൂറാണ് മരിച്ചത്. വിവരങ്ങളുമായി ചേരുന്നത് ഷഹദ് റഹ്മാൻ. ഷഹദ്, ഈ അപകടത്തിന്റെ വാർത്ത രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നതിൽ വലിയ സങ്കടമുണ്ട് സത്യം പറഞ്ഞാൽ. ഇത് എപ്പോഴാണ് അപകടം ഉണ്ടായത്? കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഇപ്പോൾ? സ്മിത, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ തന്നെ രാവിലെ തന്നെ ഈ അപകടം, പ്രത്യേകിച്ച് മരണവാർത്ത തരിക എന്ന് പറയുന്നത് ഏറെ വേദന ജനിപ്പിക്കുന്ന കാര്യമാണ്. നിലവിൽ കോഴിക്കോട് ജില്ലയിലെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഈ ബസ്സുകളുടെ അമിത വേഗത അത് നിയന്ത്രിച്ചേ മതിയാകൂ. പോലീസും മോട്ടോർ വാഹന വകുപ്പും അതിന് പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇത് കൈപ്പിടിയിൽ ഒതുങ്ങുന്നില്ല എന്നുള്ളതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ ഈ റിപ്പോർട്ട് ചെയ്യുന്ന മരണം എന്നുള്ളതാണ്. സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ മാവൂരാണ് ഇന്നലെ ഈ സംഭവം നടക്കുന്നത്. പാറമൽ സ്വദേശിയായിട്ടുള്ള പുതുക്കുടിച്ചാലിൽ അബ്ദുൾ ഷുക്കൂർ, 46 വയസ്സാണ്. അദ്ദേഹമാണ് മരിച്ചിട്ടുള്ളത്. ഇന്നലെ വൈകിട്ടോട് കൂടിയിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. തുടർന്ന് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. തലക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചിട്ടാണ് മരണം സംഭവിച്ചത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഇദ്ദേഹം കാൽനട യാത്രക്കാരനാണ്. അതായത് റോഡിലൂടെ നടന്നു പോകുന്ന ആൾക്ക് പോലും രക്ഷയില്ല എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ പറയാൻ വേണ്ടിയിട്ട്. റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് ബസ് അമിത വേഗതയിൽ വരികയും തുടർന്ന് ഈ കാൽനട യാത്രക്കാരനെ ഇടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉള്ളത്. എന്തായാലും ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ശരി, വിശദാംശങ്ങൾ നൽകിയത് ഷഹദ് റഹ്മാനാണ് കോഴിക്കോട് നിന്ന്. ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മോടൊപ്പം തന്നെ ഉണ്ടാകുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. സംഗീത ബിനീഷ് പറയുന്നു, എൻ്റെ അമ്മ ശ്യാമള അമ്മയ്ക്ക് ഒരു ഹായ് പറയുമോ? ഹായ്. അപ്പോ ഹായ് പറഞ്ഞില്ലെങ്കിൽ അമ്മയ്ക്ക് വിഷമമാണ്. നമ്മളെപ്പോഴും അമ്മയ്ക്കൊരു ഹായ്, സുപ്രഭാതം, നല്ല ദിവസം ആവട്ടെ അമ്മയ്ക്ക്. നമ്മുടെ ശ്രീരാജ് കാലിക്കട്ടെ ഇടയ്ക്ക് നമ്മുടെ കുറച്ച് കുഞ്ഞു കുസൃതി കമന്റുകളായിട്ട് വരും. എന്ന് ചോദിക്കുന്നത് മോർണിംഗ് വാക്ക് ഉച്ചയ്ക്കാക്കാൻ പറ്റുമോ? അത് രാവിലെ ഞാൻ എഴുന്നേക്കില്ല, നടക്കില്ല. ഡോൺ വാക്ക് എന്ന് തന്നെ പറയാറുള്ളൂ. മോർണിംഗ് വാക്ക് മോർണിംഗിൽ തന്നെ രാവിലെ എഴുന്നേറ്റേ പറ്റൂ ശ്രീരാജ്. അപ്പോഴാണ് ഈ നല്ല ചൂടാണ്, താപനില ഇങ്ങനെ കൂടി വരുന്ന ഒരു സമയം കൂടിയാണ്. ബിജു PC, ഹനീഫ ഫെൻസ, ആഷയുടെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു, മുനീർ UP, രതീഷ് K ശിവദാസ്, തോമസ് കുട്ടി കലഞ്ഞൂർ. നമ്മുടെ തെരുവ് നായകൾക്ക് വേണ്ടി ബജറ്റിൽ എന്തെങ്കിലും മാറ്റിവെക്കുമോ ആവോ? അവരെയും സംരക്ഷിക്കണം ചേട്ടാ. കാരണം ഇത് ഇപ്പോൾ മനുഷ്യർക്ക് വേണ്ടിയിട്ട് തന്നെ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള ഒരു സംശയത്തിലിരിക്കുകയാണ്.
ഒരു റിയൽ വാല്യൂ IT സർവീസ് പറയുന്നു, ഡോണ്ട് ചേസ് ബട്ടർഫ്ലൈസ്, ഗ്രോ യുവർ ഗാർഡൻ ആൻഡ് ബട്ടർഫ്ലൈസ് വിൽ കം. അപ്പം നിങ്ങളുടെ തന്നെ പൂന്തോട്ടം സ്വന്തമായി ഉണ്ടാക്കുക. വെൽക്കം ബാക്ക് ടു മോർണിംഗ് വാക്ക്. നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ കുടുംബാംഗങ്ങളാണ്. നമ്മുടെ കുടുംബാംഗങ്ങളെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നതിന്റെ ഭാഗമായി പ്രേക്ഷകരുടെ ബർത്ത്ഡേ, ജന്മദിനത്തിൽ നമ്മൾ വിഷ് ചെയ്യാറുണ്ട്. കരണിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ കരൺ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. യെസ്. ഈ വാർത്തയിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് ഇന്നും പകൽ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനാണ് സാധ്യത. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പകൽ 11 മണി മുതൽ 3 വരെയുള്ള സമയത്ത് ശരീരത്തിൽ നേരിട്ട് കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക. പരമാവധി ശുദ്ധജലം കുടിക്കുക. അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക തുടങ്ങി നിരവധി നിർദ്ദേശങ്ങളുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള, തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം എന്ന മുന്നറിയിപ്പുമുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞോളൂ, ആരായിരുന്നു മോർണിംഗ് വാക്ക് ഉച്ചയ്ക്ക് ആകാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇപ്പം മനസ്സിലായില്ലേ, നല്ല ചൂടായിരിക്കും. അതെ. നമ്മുടെ പാലക്കാട് ഒരു പ്രേക്ഷകൻ നമ്മളെ അറിയിച്ചിരുന്നു പാലക്കാട് ആന ഇടഞ്ഞ വാർത്ത. പാലക്കാട് കൂറ്റനാട് നേർച്ചയ്ക്കിടെ ഇടഞ്ഞ ആന പാപ്പാനെ കുത്തിക്കൊന്നു. വള്ളംകുളം നാരായണൻകുട്ടി എന്ന ആനയാണ് പാപ്പാൻ കുഞ്ഞുമോനെ കുത്തിക്കൊന്നത്. ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കുവേറ്റിട്ടുണ്ട്. ഇയാളുടെ പരുക്ക് ഗുരുതരമല്ല. കൂറ്റനാട് ശുഹദാക്കളുടെ മഖാമിൽ നടന്നുവരുന്ന ആണ്ടുനേർച്ചയുടെ ഭാഗമായുള്ള ദേശോത്സവത്തിനിടെയാണ് ആന ഇടഞ്ഞത്. പരിസര പ്രദേശത്ത് നിന്നുള്ള 28 ടീമുകളിൽ നിന്നായി 47 ആനകൾ നഗരപ്രദക്ഷിണത്തിനായി ഘോഷയാത്രയിൽ പങ്കെടുത്തിരുന്നു. ഇത് കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ആന ഇടഞ്ഞത്. കുത്തേറ്റ കുഞ്ഞുമോനെ കുന്നംകുളത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമധ്യേ ജീവൻ പോവുകയായിരുന്നു. ആനയെ തളച്ച ശേഷം ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു. ഒരു സന്തോഷമുള്ള കാര്യമുണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും എന്നെ എപ്പോഴും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന നജ്മ തബ്ഷീറ, പെരിന്തൽമണ്ണ ബ്ലോക്ക് കമ്മിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ്. നജ്മയുടെ കുഞ്ഞു ഭാവം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എടുത്ത് അയച്ചിരിക്കുകയാണ്. ഒന്ന് സൂം ചെയ്ത് കാണിച്ച മുത്തുമണി അവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മോർണിംഗ് വാക്ക്. അപ്പോൾ നല്ലൊരു ദിവസം നജ്മയ്ക്കും മോനും. ഓക്കെ, താങ്ക് യു. എന്തൊരു സന്തോഷമാണല്ലേ, കുട്ടികൾ ഇങ്ങനെ വന്ന് നമ്മളെ കാണുന്നു. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒരുപാട് പ്രേക്ഷകർക്ക് നമ്മളെ ഇഷ്ടമാണെന്ന് പറയാറുണ്ട്. അതിൽ ഏറ്റവും സന്തോഷം തോന്നുന്ന 2 വിഭാഗക്കാരുണ്ട്. അത് ഏറ്റവും ചെറിയ കുട്ടികൾ വരുമ്പോഴും വയസ്സായ അമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാർ വരുമ്പോഴാണ് കേട്ടോ. വലിയ സന്തോഷമാണ്. അപ്പോൾ താങ്ക് യു നജു ഫോർ ഷെയറിങ് ഞങ്ങളുടെ ആ ഒരു ദിവസം. അതെൻ്റെ ഒരു അന്വേഷണം, സ്നേഹാന്വേഷണം. ഇനി നമ്മൾ കാസർഗോഡ് കൊളത്തൂരിൽ പന്നിക്കണിയിൽ നിന്ന് രക്ഷപ്പെട്ട പുലിക്കായി തെരച്ചിൽ തുടരുന്നുവെന്ന വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. കൊളത്തൂർ മടന്തക്കാട് മേഖലയിൽ ഡ്രോൺ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയിട്ടും ഈ പുലിയെ കണ്ടെത്താനായിട്ടില്ല. പ്രദേശത്ത് വനംവകുപ്പ് ദ്രുതകർമ്മ സേനയുടെ കാവലുണ്ട് എങ്കിലും ജനങ്ങളുടെ ആശങ്ക ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല. കൊളത്തൂർ മടന്തക്കോട് സ്വകാര്യ വ്യക്തിയുടെ കവുങ്ങിൻ തോപ്പിൽ സ്ഥാപിച്ച പന്നിക്കണിയിൽ അകപ്പെട്ട പുലി ഇന്നലെ പുലർച്ചെയോടെയാണ് രക്ഷപ്പെട്ടത്. വെറ്റിനറി ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം മയക്കുവെടി വയ്ക്കുന്നതിനിടെയാണ് പുലി ചാടിപ്പോയത്. പുലിക്ക് മുന്നിൽ ഉണ്ടായിരുന്ന ഡോക്ടർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പുലിക്ക് പിന്നാലെ വനപാലകർ തെരച്ചിലിനായി പോയെങ്കിലും കണ്ടെത്താനായില്ല. കാസർഗോഡ് വനം വകുപ്പ് ഡിവിഷന് കീഴിലുള്ള 10 അംഗ RRT സംഘമാണ് തെരച്ചിൽ നടത്തുന്നത്. വയനാട്ടിൽ നിന്നെത്തിയ 8 അംഗ വിദഗ്ധ സംഘം പ്രദേശത്ത് ഡ്രോൺ പരിശോധനയും നടത്തുന്നുണ്ട്. പുലി രക്ഷപ്പെട്ടതോടെ കൊളത്തൂർ മേഖലയിലെ ജനങ്ങൾ ആശങ്കയിലാണ്. ശരിക്കും നമ്മൾ നല്ല മനസ്സമാധാനം ഉണ്ടായിരുന്നു. ഇന്നലെ ഒന്ന് കുടുങ്ങി എന്നുള്ളൊരു വാർത്ത വന്നപ്പോൾ എല്ലാവരും ജനങ്ങളെല്ലാം ആകെ വലിയ സമാധാനത്തിലായിരുന്നു. അത് യാദൃശ്ചികമായിട്ട് രക്ഷപ്പെടുന്ന ഒരു അവസ്ഥ സ്വാഭാവികമായിട്ട് പുലി എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭീതി ഉണ്ടല്ലോ. ഏതായാലും ആശങ്കയാണ്, വലിയ രീതിയിലുള്ള ആശങ്കയാണ്. രാത്രികാലങ്ങളിലെ തെരച്ചിലിനായി തെർമൽ ഡ്രോൺ കൂടി എത്തിക്കാൻ വനം വകുപ്പ് നീക്കം നടത്തുന്നുണ്ട്. പുലി മൂളിയാർ വനമേഖലയിലേക്ക് കടന്നുവെന്ന നിഗമനത്തിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. 24 കാസർഗോഡ്. ശരി, ഞാൻ പറഞ്ഞു കുടുങ്ങിയെന്ന് കുറെ പേര് ചോദിക്കുവാണേ, അപ്പൊ ഞങ്ങളെ ഒന്നും ഇഷ്ടമില്ലല്ലേ? അഭിഷ ചോദിക്കുന്നുണ്ട്, ബിജു ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഓരോരുത്തര്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വയസ്സായ അമ്മമാരെ അച്ഛന്മാരെ ഒപ്പം കുഞ്ഞുങ്ങളെയാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, എല്ലാവരും ഇഷ്ടമാണ്. പെട്ടെന്ന് ആ വീഡിയോ കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ് പറഞ്ഞതാണ്. നിങ്ങളില്ലെങ്കിൽ പിന്നെ നമ്മളെന്ത്. നമ്മുടെ രവികുമാർ PB പറയുകയാണ്, ഇങ്ങനെയാണെങ്കിൽ ഞാൻ പോവാണ്. എന്റെ കമന്റ് വായിക്കുന്നുണ്ട്, അയ്യോ ചേട്ടാ പോവല്ലേ, അയ്യോ ചേട്ടാ പോവല്ലേ. ഒരു പ്രേക്ഷകരും പോകുന്നത് നമുക്കിഷ്ടമല്ല. അപ്പോൾ നമ്മൾ മോർണിംഗ് വാക്ക് ഉച്ചയ്ക്കാകാൻ പറ്റുമോ എന്ന് 24 തെയ്യഞ്ചേരി സോങ്സ്. ഇത് ശ്രീരാജ് ചോദിച്ചാണല്ലോ, ശ്രീരാജ് തന്നെയാണോ? എന്ന്
ചോദിച്ചവരോട് ഉച്ചയ്ക്ക് ചൂട് കൂടുതലായിരിക്കും നല്ല ഉത്തരം എന്ന് പറഞ്ഞ എന്റെ പ്രശ്നം. സത്യല്ലേ? അതെ അതെ ശരിക്കും അത് സാധാരണ ചൂടല്ല. നമുക്കിപ്പോ സംസ്ഥാനത്ത് കടുത്ത ചൂടിൽ കൂടെ കടന്നു പോകണേ. അത് ഫെബ്രുവരി തുടക്കമായിട്ടേ ഉള്ളൂ എന്ന് ഓർക്കണം. വേനൽക്കാലം എന്ന് പറയുമ്പോൾ കൊടും ചൂടൊക്കെ നമ്മൾ പണ്ട് പ്രതീക്ഷിച്ചിരുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. ഇപ്പൊ നേരത്തെ തുടങ്ങിയിരിക്കുന്നു വേനൽ. അതെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ അതൊക്കെ കാണുന്നുണ്ട്. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അർഹമായ ഒരു വിഹിതവും മാറ്റിവെക്കാത്തതിൽ നിസ്സംഗതയാണ് എല്ലാവർക്കും. കമന്റ് പറയാൻ പോലും പേടിയുള്ളതുപോലെ. അതെന്താ അങ്ങനെ? ഭൈരവൻ കണ്ണൂർ. അങ്ങനെ പേടിയൊന്നുമില്ലല്ലോ, നമ്മൾ പറഞ്ഞാണല്ലോ പലതവണ. ഇനി നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോയാൽ, കോഴിക്കോട് വളയം ചെക്കിയാട് പാറച്ചാലിൽ മുക്കിൽ കണ്ടെത്തിയ സ്ഫോടക വസ്തുശേഖരം ഇന്ന് നിർവീര്യമാക്കും. കലുങ്കിനടിയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ബോംബുകളും വടിവാളും കണ്ടെത്തിയത്. ഇന്ന് പോലീസ് പ്രദേശത്ത് വ്യാപകമായ പരിശോധന നടത്തുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം 5 മണിക്കാണ് ചെക്യാട് കായലോട്ട് താഴെ പാറച്ചാലിൽ മുക്കിൽ BSF റോഡിൽ കലുങ്കിനടിയിൽ വൻ സ്ഫോടക ശേഖരം കണ്ടെത്തിയത്. 14 സ്റ്റീൽ ബോംബുകൾ, 2 പൈപ്പ് ബോംബുകൾ, വടിവാൾ എന്നിവയാണ് കണ്ടത്. ഉഗ്രശേഷിയുള്ളവയാണ് ഇത്. ഇന്ന് രാവിലെ ചെങ്കൽക്കോറയിൽ ഇതെല്ലാം നിർവീര്യമാക്കും. അതേസമയം പ്രദേശത്ത് വ്യാപക പരിശോധന നടത്താൻ താമരശ്ശേരി ഡിവൈഎസ്പിക്ക് വടകര റൂറൽ SP നിർദ്ദേശം നൽകി. ഡോഗ്, ബോംബ് സ്ക്വാഡുകളുടെ സഹായത്തോടെ സംയുക്ത പരിശോധന നടത്തും. ബോംബുകളും വടിവാളും പുതുതായി നിർമ്മിച്ചതാണെന്നാണ് പോലീസ് സംശയം. മേഖലയിൽ നിന്ന് വൻതോതിൽ ബോംബുകൾ നിർമ്മിച്ചു കടത്തിയിട്ടുണ്ടോ എന്നും പരിശോധിക്കും. 24 കോഴിക്കോട്. അപ്പോൾ അതാണ്, പരിശോധിക്കട്ടെ, അത് കണ്ടെത്തട്ടെ. അപ്പോൾ സ്മിതജി, എനിക്ക് ഈ വണ്ടികൾ വലിയ ഇഷ്ടമാണ്. അപ്പോൾ വണ്ടി ഓടിക്കാൻ അറിയില്ല എന്നല്ല, ലൈസൻസ് ഉണ്ട്, പക്ഷെ മറ്റുള്ളവരുടെ ജീവൻ പരിഗണിച്ച് ഞാൻ ഓടിക്കാറില്ല. അപ്പോൾ ഈ വാഹനങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി തിരുവനന്തപുരത്ത് നടന്ന കേരള ഓട്ടോമോട്ടീവ് ടെക്നോളജി ഉച്ചകോടിയിൽ ഒരുപാട് ന്യൂജൻ ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രദർശനം നടന്നു. BYD, BMW, മഹീന്ദ്ര എന്നിവയുടെ പുതിയ മോഡലുകളായിരുന്നു എക്സ്പോയുടെ പ്രധാന ആകർഷണം. കേരളത്തെ ഓട്ടോമോട്ടീവ് ടെക്നോളജി ഹബ്ബാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾക്ക് കരുത്തു പകരുന്നതായിരുന്നു ആഗോള ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളുടെ പ്രദർശനം. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളാണ് ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ചത്. വ്യവസായ മന്ത്രി P. രാജീവും റവന്യൂ മന്ത്രി K. രാജനും എക്സ്പോയുടെ ഭാഗമായി. ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളായ മഹീന്ദ്രയുടെ പുതിയ ഇലക്ട്രിക് കാറുകളായ BE6, XEV9, മെഴ്സിഡസ് ബെൻസ് EQS 580 SUV, BMW മോട്ടോറാട്ട്, ഇലക്ട്രിക് ബൈക്കുകൾ തുടങ്ങിയ അത്യാധുനിക EV മോഡലുകളും എക്സ്പോയിലുണ്ട്. ടെസ്ലയുടെ ഇലക്ട്രിക് കാറായ മോഡൽ X ആയിരുന്നു പ്രധാന ഹൈലൈറ്റ്. ഫെബ്രുവരി 21 മുതൽ 22 വരെ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന് മുന്നോടിയായാണ് കേരള ഓട്ടോമോട്ടീവ് ടെക്നോളജി സമ്മിറ്റ് സംഘടിപ്പിച്ചത്. 24 തിരുവനന്തപുരം. അപ്പോൾ നമ്മുടെ മോർണിംഗ് വാക്കിന്റെ സമയം പൂർണ്ണമാവുകയാണ്. അവിടെ ഫ്ലോറിൽ SKN എത്തിക്കഴിഞ്ഞു എന്ന വിവരം നമുക്ക് ലഭിക്കുന്നു. SKN, വെരി 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 ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. വളരെ ശരിയാണ്. ഞാൻ സുഖകരമായിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങളൊക്കെ സുഖകരമായിട്ട് ജീവിക്കുന്ന അറിഞ്ഞത് നിങ്ങൾ നടന്ന് അപ്പോൾ കാലിൻ്റെ കടച്ചിലൊക്കെ മാറ്റിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കടച്ചിലെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വാദമൊക്കെ ഉള്ളവർക്ക് പറയുന്ന ഒരു പ്രശ്നമാണ് കടച്ചിൽ, ഒരു കഴപ്പ്. അപ്പോൾ താങ്ക് യു കൃഷ്ണ ചെറിയാൻ, താങ്ക് യു സ്മിത ഹരിദാസ്.